മജ്ജ്‌മ നികായ 65 ബദ്ദാളി സുത്ത്. ഏതെങ്കിലും ഒരു ഭിക്ഷു ഭഗവാൻ പറഞ്ഞിട്ടുള്ള ശിക്ഷാ നിയമങ്ങളെ അല്ലെങ്കിൽ ഭിക്ഷുവിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെ അനുസരിച്ചിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഈ സുത്തത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അവിടെ ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, അഭിവന്ദ്യ ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, ഞാൻ ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ആരോഗ്യമുണ്ട്, രോഗങ്ങൾ ഒന്നും തന്നെയില്ല, ശരീരം ലഘുവാണ്, ശരീരത്തിന് ബലമുണ്ട്, സുഖമായിട്ടുള്ള ജീവിതമാണ് എൻ്റേത്. ഭിക്ഷുക്കളെ, അതിനാൽ നിങ്ങളും ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. അതുമൂലം നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിന് രോഗം ഉണ്ടാകുകയില്ല, ആരോഗ്യമുണ്ടാകും, ശരീരത്തിന് ലാഘവത ലഘുത്വം ഉണ്ടാകും, ബലം ഉണ്ടാകും, സുഖമുണ്ടാകും. ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഉപദേശമാണ്. രോഗം മാറാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈ രീതിയിൽ അഭ്യസിക്കാവുന്നതാണ്. ഒരു പുസ്തകമുണ്ട്, ബീയിങ് ഹംഗ്രി മേക്സ് യു ഹെൽത്തി എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു ജപ്പാനീസ് ഡോക്ടർ, അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് ഗവേഷണത്തിന് ശേഷം ഈ കാര്യമാണ് പഠിച്ചത്. ദിവസം ഒരു നേരത്തിൽ മാത്രം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം പൂർണ്ണമായിട്ട് ആരോഗ്യമുള്ളതാകും, നമ്മുടെ രോഗങ്ങളെല്ലാം മാറും എന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം വളരെ പണ്ട് തന്നെ, 2500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭഗവാൻ ബുദ്ധൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ ബദ്ദാളി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ഞാൻ ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയില്ല. എന്തെന്നാൽ ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് പശ്ചാത്താപമുണ്ടാകുന്നു, എനിക്ക് കുറ്റബോധം തോന്നുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: ബദ്ദാളി, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഭക്ഷണത്തിന് ക്ഷണം കിട്ടിയിട്ടുണ്ടോ അവിടെ പോയി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിനെ 2 ഭാഗമാക്കുക, ഒരു ഭാഗം അവിടെ നിന്ന് കഴിക്കുക, ബാക്കിയുള്ള ഭാഗം നിങ്ങൾ കൊണ്ടുവരിക. ബദ്ദാളി, ഇപ്രകാരം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ബദ്ദാളി പറഞ്ഞു: ബന്ദേ, ഞാൻ ആ തരത്തിലും ഭക്ഷണം കഴിക്കാൻ ഉത്സാഹിക്കില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും എനിക്ക് ചിലപ്പോൾ കുറ്റബോധവും അതേപോലെ തന്നെ പശ്ചാത്താപവും തോന്നും. അങ്ങനെ ഈ ശിക്ഷാ നിയമത്തെ ഭഗവാനും ഭിക്ഷുസംഘവും ചേർന്നാണ് പ്രസ്താവിച്ചത്, നടപ്പിലാക്കിയത്. എന്നാൽ ബദ്ദാളി പറഞ്ഞു, ബദ്ദാളി ഈ നിയമത്തെ അനുസരിക്കില്ല, ഈ നിയമത്തെ പാലിക്കാൻ ബദ്ദാളിക്ക് സാധിക്കില്ല. അതിനാൽ ബദ്ദാളി ഭഗവാനെ നേരിൽ കാണുന്നത് ഒഴിവാക്കി 3 മാസത്തോളം അങ്ങനെ തന്നെ കഴിഞ്ഞു. ഏതെങ്കിലും ഒരു വ്യക്തി ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങളെ അതേപോലെ തന്നെ പിന്തുടരുന്നില്ല എങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് ഒരുപാട് ഭിക്ഷുക്കൾ ഭഗവാന് വേണ്ടി വസ്ത്രം തയ്യാറാക്കുകയായിരുന്നു, ചീവരം തയ്യാറാക്കുകയായിരുന്നു. അവർ ഇങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്: അദ്ദേഹത്തിൻ്റെ ഈ വസ്ത്രം പൂർത്തിയാകുന്ന സമയത്ത് 3 മാസം പൂർത്തിയാകും, അതായത് വർഷാവാസം പൂർത്തിയാകും. അപ്പോൾ ബുദ്ധൻ ഈ വസ്ത്രവും അണിഞ്ഞുകൊണ്ട് ചാരികയ്ക്കായിട്ട് പോകും, അതായത് ദേശാടനത്തിനായിട്ട് പോകും. സാധാരണയായിട്ട് എല്ലാ വർഷവും 3 മാസം ഭിക്ഷുക്കൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുക. അതിന് വർഷാവാസം എന്ന് പറയുന്നു. മഴക്കാലത്താണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. അത് ഭഗവാന്റെ ഉപദേശത്തിൽപ്പെട്ടതാണ്, വിനയത്തിൽപ്പെട്ടതാണ്, നിയമത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ബദ്ദാളി ആ ഭിക്ഷുക്കളുടെ അടുത്ത് പോയി അവരെ അഭിവാദ്യം ചെയ്തു. അഭിവാദ്യവും കുശലപ്രശ്നവും കഴിഞ്ഞപ്പോൾ ബദ്ദാളി ഒരു വശത്ത് ഇരുന്നു. അപ്പോൾ ആ ഭിക്ഷുക്കൾ ബദ്ദാളിയോട് ഇങ്ങനെ പറഞ്ഞു: ആയുഷ്മാൻ ബദ്ദാളി, ഈ വസ്ത്രം അല്ലെങ്കിൽ ചീവരം ഭഗവാന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. ഈ വസ്ത്രം പൂർത്തിയാക്കുന്ന സമയത്ത് 3 മാസത്തെ വർഷാവാസവും പൂർത്തിയാകും. അപ്പോൾ ഭഗവാൻ ചാരികയ്ക്കായിട്ട് പോകുന്നതാണ്. അതിനാൽ ബദ്ദാളി, നിങ്ങളുടെ പാഠം പഠിക്കുക, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ കാര്യം വളരെ ദുഷ്കരമായിരിക്കും. അവർ പറഞ്ഞത് ബദ്ദാളി ഈ നിയമത്തെ അനുസരിക്കാതിരിക്കുന്നതിനെ പറ്റിയിട്ടാണ്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സ്വന്തം തെറ്റ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ഭയങ്കര ദുഷ്കരമായിരിക്കും എന്നാണ് അവർ ബദ്ദാളിയോട് പറഞ്ഞത്.
ശരി മിത്രങ്ങളെ എന്ന് ബദ്ദാളി പ്രത്യുത്തരം കൊടുത്തു. ആയുഷ്മാൻ ബദ്ദാളി ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു, ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു: ബന്ദേ, ഞാനൊരു തെറ്റ് ചെയ്തു. ഞാൻ മഠയനായിരുന്നു, ബുദ്ധിയില്ലാത്തവനായിരുന്നു, വിവേകമില്ലാത്തവനായിരുന്നു. ഭഗവാനും ഭിക്ഷുക്കളും കൂടിയാണ് ഈ ശിക്ഷാ നിയമം നടപ്പിലാക്കിയത്. എല്ലാവരും തന്നെ ഈ നിയമത്തെ അനുസരിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, എനിക്ക് നിയമം പാലിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അതിനാൽ ബന്ദേ, എൻ്റെ ക്ഷമായാചനം സ്വീകരിക്കുക. തീർച്ചയായിട്ടും ഭാവിയിൽ ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു കൊള്ളാം. ഭഗവാൻ പറഞ്ഞു: ബദ്ദാളി, തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തത് വളരെ മൂഢത്തരമാണ്, മണ്ടത്തരമാണ്, പാപകരമാണ്. ഈ നിയമത്തെ ഞാനും സംഘവും ചേർന്നാണ് ഉണ്ടാക്കിയത്. ഞങ്ങളെല്ലാവരും അത് പിന്തുടരുന്നു. പക്ഷേ ഈ നിയമം പാലിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പ്രസ്താവിച്ചു. അതേപോലെ തന്നെ ബദ്ദാളി, നിങ്ങൾ ആ സാഹചര്യവും നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഭഗവാൻ ശ്രാവത്തിൽ തന്നെയാണ് വിഹരിക്കുന്നത്. ഭഗവാനും ഈ കാര്യം അറിയും. ബദ്ദാളി എന്നുള്ള പേരുള്ള ഭിക്ഷു ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങളെ പിന്തുടരുന്നില്ല, ശാസ്താവിൻ്റെ നിയമങ്ങളെ പാലിക്കുന്നില്ല. ബദ്ദാളി, നിങ്ങൾ ഈ സാഹചര്യം മനസ്സിലാക്കിയില്ല. ഒരുപാട് ഭിക്ഷുക്കൾ ശ്രാവസ്തിയിൽ വർഷാവാസം തുടങ്ങിയിരിക്കുന്ന സമയമാണ് അത്. അവർക്കും ഈ കാര്യം മനസ്സിലായി. ബദ്ദാളി എന്ന് പറയുന്ന ഭിക്ഷു ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങളെ പിന്തുടരുന്നില്ല. ആ സമയത്ത് വളരെയധികം ഭിക്ഷുണികളും അവരുടെ വർഷാവാസം ശ്രാവസ്തിയിൽ തുടങ്ങിയിരിക്കുകയാണ്. അവരും ഈ കാര്യം പറഞ്ഞു. ബദ്ദാളി എന്ന ഭിക്ഷു ഭഗവാന്റെ നിർദ്ദേശങ്ങളെ പിന്തുടരുന്നില്ല. ആ സമയത്ത് ഒരുപാട് ഉപാസകന്മാരും ശ്രാവസ്തിയിൽ വസിക്കുകയായിരുന്നു. അവരും ഈ കാര്യം അറിഞ്ഞു. ബദ്ദാളി എന്നു പേരുള്ള ഭിക്ഷു ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ല. ഒരുപാട് ഉപാസികമാരും ശ്രാവസ്തിയിൽ വസിക്കുകയായിരുന്നു. അവരും അറിഞ്ഞു ബദ്ദാളി എന്ന് പറയുന്ന ഭിക്ഷു ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ല. മറ്റുള്ള ധർമ്മത്തിൽപ്പെട്ട അനേകം ശ്രമണ ബ്രാഹ്മണന്മാരും ആ സമയത്ത് വർഷാവാസത്തിന് ശ്രാവസ്തിയിലുണ്ടായിരുന്നു. അവരും എന്നോട് പറയും, ബദ്ദാളി എന്ന് പറയുന്ന ഭിക്ഷു ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രയത്നിക്കുന്നില്ല. ബദ്ദാളി, നീയും ആ സാഹചര്യം മനസ്സിലാക്കിയില്ല. ബന്ദേ, ഞാൻ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ മടയത്തരമായിരുന്നു, മൂഢത്തരമായിരുന്നു, പാപകരമായിട്ടുള്ള കാര്യമായിരുന്നു. ഭഗവാനും സംഘവും കൂടിയിട്ടാണ് ഈ ശിക്ഷാപദം നടപ്പിലാക്കിയത്. അവരെല്ലാവരും ഇതിനെ പാലിച്ചിരുന്നു. പക്ഷേ ഞാൻ ഇത് പാലിക്കാൻ തയ്യാറല്ല എന്ന് പ്രസ്താവിച്ചു. ബന്ദേ, ദയവ് ചെയ്ത് എൻ്റെ ക്ഷമായാചനം സ്വീകരിക്കുക. ഞാൻ ഭാവിയിൽ നിയന്ത്രണം പാലിച്ചു കൊള്ളാം. ബദ്ദാളി, തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മൂഢത്തരമായിരുന്നു, മണ്ടത്തരമായിരുന്നു, പാപകരമായിരുന്നു. ഇത് ഞാനും സംഘവും ചേർത്ത് ഉണ്ടാക്കിയ ശിക്ഷാപദമാണ്. എല്ലാവരും അത് ഏറ്റെടുത്തിരുന്നു. പക്ഷേ നിങ്ങൾ പ്രസ്താവിച്ചു, നിങ്ങൾക്ക് ഈ ശിക്ഷാപദം പിന്തുടരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ബദ്ദാളി, നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? ഞാൻ ഒരു കാര്യം ഉപതോഭാഗ വിമുക്തനായിട്ടുള്ള ഒരു ഭിക്ഷുവിനോട് ഇങ്ങനെ പറയുകയാണ്. ഉപതോഭാഗ വിമുക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭിക്ഷു പ്രജ്ഞയാൽ വിമുക്തമായിട്ടുണ്ട്, അതേപോലെ തന്നെ മനസ്സിൻ്റെ സമാധിയാലും വിമുക്തമായിട്ടുണ്ട്. ചേതോ വിമുക്തി, പഞ്ഞാ വിമുക്തി, ഇത് രണ്ടും ഒരുമിച്ച് നേടിയ വ്യക്തിയാണ് ഉപതോഭാഗ വിമുക്തോ എന്ന് പറയുന്നത്. അത്തരം ഒരു ഭിക്ഷുവിനോട് ഞാൻ പറയുകയാണ്, ഭിക്ഷു, ദയവ് ചെയ്ത് ഈ ചളി മറികടക്കാൻ എനിക്ക് ഒരു പാലമായിരുന്ന് എന്നെ സഹായിക്കണം. അപ്പോൾ അവർ സ്വയം ആ ചളി മറികടക്കുമോ? അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി അവർ ശ്രമിക്കുമോ? അല്ലെങ്കിൽ അവർ ഇല്ല എന്ന് പറയുമോ? ഇല്ല ബന്ധേ. ബദ്ദാളി, നിങ്ങൾ എന്താണ് കരുതുന്നത്? ഞാൻ ഇതേ കാര്യം പ്രജ്ഞയാൽ വിമുക്തമായിട്ടുള്ള ഒരു പഞ്ഞാ വിമുക്തനോട് പറയുകയാണ്. അല്ലെങ്കിൽ ഒരു കായസഖി എന്ന് പറയുമ്പോൾ ധ്യാനങ്ങളുടെ എല്ലാ അവസ്ഥയും പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ദിഠിപ്പത്തോ, ദർശനം നേടിയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ശ്രദ്ധാവിമുക്തോ, ശ്രദ്ധയാൽ വിമുക്തനായിട്ടുള്ള ഒരു വ്യക്തി, ധമ്മാനുസാരി, ധർമ്മത്തിൻ്റെ അനുസരണം ചെയ്യുന്ന ഒരു വ്യക്തി, ശ്രദ്ധാനുസാരി, ശ്രദ്ധയാൽ ധർമ്മത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി. ഇത്തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളോട് ഞാൻ പറയുകയാണ്, ഭിക്ഷു,
ദയവ് ചെയ്ത് എന്നെ ഈ ചളിയെ നിന്ന് മറികടത്താൻ ഒരു പാലമായിട്ട് സഹായിക്കുക. അപ്പോൾ അവർ സ്വയം ആ ചളിയെ മറികടക്കുമോ? അല്ലെങ്കിൽ അവിടെ നിന്ന് പോകാൻ അവർ ശ്രമിക്കുമോ? അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുമോ? ഇല്ല ബന്ദേ. ബദ്ദാളി, എന്താണ് നിങ്ങൾ കരുതുന്നത്? ആ സമയത്ത് നിങ്ങൾ ഉപതോ വിമുക്തനായിരുന്നു, പഞ്ഞ വിമുക്തനായിരുന്നു, കായസഖിയായിരുന്നു, ദിട്ടിപ്പത്തനായിരുന്നു, ശ്രദ്ധാവിമുക്തനായിരുന്നു, ധമ്മാനുസാരിയായിരുന്നോ, ശ്രദ്ധാനുസാരിയായിരുന്നോ? ഇല്ല ബന്ദേ. ആ സമയത്ത് നിങ്ങൾ ശൂന്യനായിരുന്നു, ഉള്ളിൽ പൊള്ളയായിരുന്നു, തെറ്റുപറ്റിയവനായിരുന്നു. അതേ ബന്ദേ. അതായത് ആ നിയമം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ആ സമയത്തെ കാര്യമാണ് ഭഗവാൻ പറയുന്നത്. ബന്ദേ, എനിക്ക് തെറ്റുപറ്റി. ഞാൻ മൂഢനായിരുന്നു, മണ്ടനായിരുന്നു, പാപം ഉള്ളവനായിരുന്നു. ഭഗവാനും ഭിക്ഷുസംഘവും ചേർന്ന് എടുത്ത ആ ശിക്ഷാ നിയമത്തെ എനിക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പ്രസ്താവിച്ചു. അതിനാൽ ബന്ദേ, ഭഗവാൻ എൻ്റെ ക്ഷമായാചനത്തെ സ്വീകരിച്ചാലും ഞാൻ ഭാവിയിൽ സ്വയം നിയന്ത്രിച്ചു കൊള്ളാം. തീർച്ചയായിട്ടും ബദ്ദാളി, നീ തെറ്റ് ചെയ്തു. അത് മണ്ടത്തരമായിരുന്നു, മൂഢത്തരമായിരുന്നു, പാപകരമായിട്ടുള്ള കാര്യമായിരുന്നു. ഞാനും ഭിക്ഷുസംഘവും ചേർന്ന് എടുത്ത ആ ശിക്ഷാ നിയമത്തെ പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പ്രസ്താവിച്ചു. എന്നാൽ നിങ്ങൾ ചെയ്ത കുറ്റത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞു, നിങ്ങൾ തിരിച്ചറിഞ്ഞു, അതിന് ശരിയായിട്ടുള്ള രീതിയിൽ ക്ഷമായാചന നടത്തി. അതിനാൽ ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ആര്യവിനയത്തിൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുന്നത്, അതിനെ ശരിയായിട്ട് ക്ഷമായാചന നടത്തുന്നത്, അതുകൂടാതെ ഭാവിയിൽ അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നത്, ഇത് ആര്യവിനയത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാണ്. ബദ്ദാളി, ഒരു ഭിക്ഷു ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങളെ ശരിയായിട്ട് അനുസരിക്കുന്നില്ല എന്ന് കരുതുക. അവർ ഇങ്ങനെ വിചാരിക്കുന്നു: ഞാൻ ജനങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് വസിച്ചുകൂടാ? അരണ്യത്തിൽ, വൃക്ഷത്തിൻ്റെ മൂലത്തിൽ, ഒരു പർവ്വതത്തിൽ, ഒരു താഴ്വരയിൽ, ഒരു ഗുഹയിൽ, ഒരു ശ്മശാനത്തിൽ, ഒരു വനത്തിൽ, അല്ലെങ്കിൽ തുറന്ന സ്ഥലത്ത് കുറച്ച് വൈക്കോൽ വിരിച്ച് അതിലിരുന്ന് ഞാൻ എന്തുകൊണ്ട് അഭ്യസിച്ചുകൂടാ? ഒരുപക്ഷെ അതുമൂലം മനുഷ്യർക്ക് അതീതമായിട്ടുള്ള, ആര്യന്മാർക്ക് യോജിച്ച ജ്ഞാനവും ദർശനവും എനിക്ക് ഒരുപക്ഷെ അതിൽ നിന്ന് ലഭിച്ചേക്കാം. അതായത് നിബ്ബാണം എനിക്ക് ലഭിച്ചേക്കാം എന്നാണ് പറയുന്നത്. അതിനാൽ ആ ഭിക്ഷു നിർജ്ജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോകുന്നു. അത് അരണ്യമായിരിക്കാം, വൃക്ഷത്തിൻ്റെ മൂലമായിരിക്കാം, പർവ്വതമായിരിക്കാം, അല്ലെങ്കിൽ താഴ്വരയായിരിക്കാം, അല്ലെങ്കിൽ ഗുഹയായിരിക്കാം, വനമായിരിക്കാം, ശ്മശാനമായിരിക്കാം, തുറന്ന സ്ഥലമായിരിക്കാം, വൈക്കോൽ വിരിച്ച ഒരു സ്ഥലമായിരിക്കാം. അങ്ങനെ അവർ എല്ലാവരിൽ നിന്നും അകന്ന് താമസിക്കുന്ന സമയത്ത് അവരെ ശാസ്താവ് നിന്ദിക്കുന്നു, അല്ലെങ്കിൽ ഗുരു അവരെ നിന്ദിക്കുന്നു, അല്ലെങ്കിൽ ശാസിക്കുന്നു. അവരുടെ തെറ്റ് പരിശോധിച്ചതിന് ശേഷം സബ്രഹ്മചാരികളും അവരെ ശാസിക്കുന്നു, ദേവതകളും അവരെ ശാസിക്കുന്നു. അതുകൂടാതെ അവർ അവരെ തന്നെ ശാസിക്കുന്നു. ഇപ്രകാരം അവർ ശാസിക്കപ്പെടുന്നത് മൂലം അവർക്ക് മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ജ്ഞാനമോ ദർശനമോ, ആര്യന്മാർക്ക് അനുസരിച്ചിട്ടുള്ള ജ്ഞാനമോ ദർശനമോ അവർക്ക് ലഭിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ബദ്ദാളി, ഏതൊരു വ്യക്തി ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലയോ, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ബദ്ദാളി, വേറൊരു ഭിക്ഷുവിൻ്റെ ഉദാഹരണമെടുക്കാം. ആ ഭിക്ഷു ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പരിശീലിക്കുന്നത്. അവർ ഇങ്ങനെ വിചാരിക്കുന്നു: ഞാൻ എന്തുകൊണ്ട് ഒരു നിർജ്ജന സ്ഥലത്ത് പോയിട്ട് സാധന ചെയ്തുകൂടാ? അപ്പോൾ അവർ ഒരു അരണ്യത്തിൽ പോകുന്നു, വൃക്ഷത്തിൻ്റെ മൂലത്തിൽ പോകുന്നു, ഒരു പർവ്വതത്തിൽ പോകുന്നു, താഴ്വരയിൽ പോകുന്നു, ഒരു ഗുഹയിൽ പോകുന്നു, ശ്മശാനത്തിൽ പോകുന്നു, ഒരു വനത്തിൽ പോകുന്നു, അല്ലെങ്കിൽ തുറന്ന സ്ഥലത്ത് പോകുന്നു. അവിടെ കുറച്ച് വൈക്കോൽ വിരിച്ചിരുന്ന് അവർ അവിടെ ധ്യാനിക്കുന്നു. അപ്പോൾ അവർ ഇങ്ങനെ വിചാരിക്കുന്നു: ഞാൻ തീർച്ചയായിട്ടും മനുഷ്യർക്ക് അതീതമായിട്ടുള്ള, ആര്യന്മാർക്ക് യോജിച്ച ജ്ഞാനവും ദർശനവും ഒരുപക്ഷെ എനിക്ക് ലഭിച്ചേക്കാം. അവർ അങ്ങനെ നിർജ്ജന സ്ഥലത്ത് പോയിട്ട് സാധന ചെയ്യുന്നു. അരണ്യത്തിൽ, വൃക്ഷത്തിൻ്റെ മൂലത്തിൽ, പർവ്വതത്തിൽ, താഴ്വരയിൽ, ഒരു ഗുഹയിൽ, ശ്മശാനത്തിൽ, ഒരു വനത്തിൽ, തുറന്ന സ്ഥലത്ത് വൈക്കോൽ വിരിച്ച് അവർ സാധന ചെയ്യുന്നു.
അങ്ങനെ അവർ നിർജ്ജന സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് അവരെ അവരുടെ ശാസ്താവ് ശാസിക്കുന്നില്ല. അവരെ പരിശോധിച്ച ശേഷം അവരുടെ സബ്രഹ്മചാരികൾ അവരെ ശാസിക്കുന്നില്ല. ദേവതമാർ അവരെ ശാസിക്കുന്നില്ല. അവർ തന്നെ സ്വയം അവരെ ശാസിക്കുന്നില്ല. അങ്ങനെ ആരാലും ശാസിക്കപ്പെടാതിരിക്കുന്നതുകൊണ്ട് മനുഷ്യർക്ക് അതീതമായിട്ടുള്ള, ആര്യന്മാർക്ക് യോജിച്ചിട്ടുള്ള ജ്ഞാനവും ദർശനവും അവർക്ക് ഉണ്ടാകുന്നു. കാമങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട്, അകുശല ധർമ്മങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് അവർ ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വിതർക്കം, വിചാരം, ഭീതി, സുഖം, ഏകാഗ്രത ഇതുണ്ട്. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഏതൊരു വ്യക്തി ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ജോലി ചെയ്യുന്നുവോ അവർക്ക് ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പിന്നീട് ആ ഭിക്ഷു രണ്ടാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വിതർക്ക വിചാരങ്ങൾ സമാപ്തമാകുന്നു. ഭീതി, സുഖം, ചിത്തത്തിൻ്റെ ഏകാഗ്രത ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഏതൊരു വ്യക്തി പ്രവർത്തിക്കുന്നുവോ ഇത് തന്നെയാണ് അവർക്ക് സംഭവിക്കുക. അതിനുശേഷം പ്രീതിയും സമാപ്തമായിക്കൊണ്ട് അവർ മൂന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ സുഖമാണ് ആ വ്യക്തി അനുഭവിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് തന്നെയാണ് സംഭവിക്കുക. അതിനുശേഷം ദുഃഖവും സുഖവും വിട്ടുകൊണ്ട്, ദോർമനസ്സവും സൗമനസ്സവും വിട്ടുകൊണ്ട് അവർ നാലാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് തന്നെയാണ് സംഭവിക്കുക. അവരുടെ മനസ്സ് അത്തരം സമാധിയിൽ ഉറച്ചിരിക്കുന്ന സമയത്ത് അത് പരിശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യാവുന്നതാണ്, നേരെയുള്ളതാണ്, അനക്കമില്ലാത്തതാണ്. അത് അവരുടെ പൂർവ്വജന്മങ്ങളെ ഓർക്കാനായിട്ട് അവർ അത് ഉപയോഗിക്കുന്നു. അവർ പലതരത്തിലുള്ള തൻ്റെ പൂർവ്വജന്മങ്ങൾ ഓർക്കുന്നു. 1, 2, 10, 100, 1000, ലക്ഷം, ഗാലക്സികളുടെ എക്സ്പാൻഷൻ, ഗാലക്സികളുടെ കോൺട്രാക്ഷൻ. അവർ ഏത് കുലത്തിൽ പോയിട്ടാണ് ജനിച്ചത്, ആ കുലത്തിൻ്റെ പേരെന്താണ്, സ്വന്തം പേരെന്താണ്, ഏത് രീതിയിലുള്ള വേഷമാണ് ധരിച്ചിരുന്നത്, ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് കഴിച്ചത്, എപ്രകാരമാണ് സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, അതിനുശേഷം എപ്രകാരമാണ് മരിച്ചത്, അതിനുശേഷം വീണ്ടും ഏത് കുലത്തിൽ പോയിട്ട് ജനിച്ചു, ആ സമയത്ത് പേരെന്തായിരുന്നു, വേഷം എന്തായിരുന്നു, ഭക്ഷണം എന്തായിരുന്നു, ഏതെല്ലാം രീതിയിലാണ് സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും മരിച്ചിട്ട് വീണ്ടും പുതിയ സ്ഥലത്ത് പോയിട്ട് ജനിച്ചു, അവിടെ കുലം എന്തായിരുന്നു, പേരെന്തായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ വിവരണങ്ങളും കൂടി തൻ്റെ പൂർവ്വജന്മത്തെ അവർ ഓർത്തെടുക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ മനസ്സ് അത്തരം സമാധിയിൽ ഇരിക്കുന്ന സമയത്ത് അത് പരിശുദ്ധമാണ്, പ്രകാശമാനമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, അനക്കമില്ലാത്തതാണ്. അതിനെ പ്രാണികളുടെ ജനന മരണത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് അവർ നയിക്കുന്നു. അപ്പോൾ മനുഷ്യർക്ക് അതീതമായിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള ആ ദിവ്യദൃഷ്ടി കൊണ്ട് അവർ പ്രാണികളുടെ ജനനവും മരണവും കാണുന്നു. ഉയർന്ന കുലത്തിൽ, താഴ്ന്ന കുലത്തിൽ, സുന്ദരന്മാരായിട്ട്, അസുന്ദരന്മാരായിട്ട്, നല്ല സ്ഥലത്ത്, ചീത്ത സ്ഥലത്ത്. പ്രാണികൾ എങ്ങനെയാണ് അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ജനിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഈ പ്രാണികൾ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ആര്യന്മാരായിട്ടുള്ള വ്യക്തികൾക്കെതിരെ ഇത്തരം ദുഷ്പ്രവൃത്തികൾ ചെയ്തു. അതുകൊണ്ട് മരണശേഷം അവർ നരകത്തിൽ പോയിട്ട് പതിക്കുന്നതായിട്ട് അവർ കാണുന്നു. അതുപോലെ ഈ പ്രിയപ്പെട്ട ജീവികൾ ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട് ദുഷ്പ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്തില്ല, നല്ല പ്രവൃത്തികളാണ് ചെയ്തിട്ടുള്ളത്. അത് കാരണം മരണശേഷം അവർ സ്വർഗത്തിൽ പോയിട്ട് ജനിക്കുന്നു. അങ്ങനെ മനുഷ്യർക്ക് അതീതമായിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള ആ ദിവ്യ നേത്രങ്ങൾ കൊണ്ട് ജീവികളുടെ ജനനവും മരണവും ആ വ്യക്തി കാണുന്നു. എല്ലാ ജീവികളും എങ്ങനെയാണ് കർമ്മങ്ങൾക്കനുസരിച്ച് ജനിക്കുന്നത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ മനസ്സ് അത്തരം ആഴത്തിലുള്ള സമാധിയിൽ ഉറച്ചിരിക്കുന്ന സമയത്ത് അത് പരിശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, അനക്കമില്ലാത്തതാണ്. അവർ ആ മനസ്സിനെ ആസവക്ഷയത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് അവർ
അതിനെ നയിക്കുന്നു. അപ്പോൾ അവർ സത്യമായിട്ടും അവർ മനസ്സിലാക്കുന്നു, ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ്. അവർ സത്യമായിട്ടും ഇത് മനസ്സിലാക്കുന്നു, ഇത് ആസവമാണ്, ഇത് ആസവത്തിൻ്റെ സമുദയമാണ്, ഇത് ആസവത്തിൻ്റെ നിരോധമാണ്, ഇത് ആസവത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ്. ഇപ്രകാരം അറിയുന്ന സമയത്ത്, കാണുന്ന സമയത്ത് അവരുടെ ചിത്തം കാമാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു, ഭവാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു, അവിദ്യാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു. കാമാസവം എന്ന് പറയുന്ന സമയത്ത് ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തി, ഭവാസവം എന്ന് പറയുന്ന സമയത്ത് നല്ല ലോകങ്ങളിൽ ജനിക്കാനുള്ള ആഗ്രഹം, അതായത് ദേവലോകം, ബ്രഹ്മലോകം, അങ്ങനെയുള്ള എവിടെയെങ്കിലും ഭവങ്ങളിൽ പോയിട്ട് ജനിക്കണം എന്നുള്ള ആഗ്രഹം. അവിദ്യാസവം എന്ന് പറയുന്ന സമയത്ത് അവിദ്യ, അത് പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. അവിദ്യ എന്നാൽ എന്താണ്? 4 ആര്യസത്യങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുന്നത് തന്നെയാണ് അവിദ്യ. വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 ആര്യസത്യങ്ങളാണ് വിദ്യ എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ ചിത്തം വിമുക്തമാകുന്ന സമയത്ത് വിമുക്തമായി എന്ന ജ്ഞാനം അവർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ മനസ്സിലാകുന്നു, പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യം ജീവിച്ച് തീർത്തു, ഏതൊന്ന് ചെയ്യണമോ അത് ചെയ്തു, ഇനി ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെയില്ല, ഇനി ഒരു സ്ഥലത്തും പുനർജന്മം ഇല്ല. അതായത് അർഹന്തനായി എന്നുള്ള ബോധം അവർക്ക് ഉണ്ടാകുന്നു. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്തെന്നാൽ ഏതൊരു വ്യക്തി ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്നുവോ അവർക്ക് ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത് ഇങ്ങനെയാണ്, ഓരോ ഭിക്ഷുവും അവർക്ക് പറഞ്ഞിട്ടുള്ള നിയമങ്ങളെ, അതായത് വിനയപട്ടികയിൽ ഉള്ള മുഴുവൻ നിയമങ്ങളെയും പരിപൂർണമായിട്ട് ഒട്ടും തന്നെ തെറ്റിക്കാതെ അഭ്യസിച്ചാൽ മാത്രമാണ് അവർക്ക് ഈ രീതിയിലുള്ള ഉപലബ്ധികൾ ഉണ്ടാകുകയുള്ളൂ. നിയമങ്ങൾ തെറ്റിയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ടാകും. ആ കുറ്റബോധം അവരെ ഒരിക്കലും മുക്തനാകാൻ സമ്മതിക്കില്ല. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആയുഷ്മാൻ ബദ്ധാളി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ, എന്താണ് ഹേതു, എന്താണ് പ്രത്യയം, അതായത് കാരണം എന്താണ്, എന്താണ് അതിൻ്റെ മൂലകാരണം? അവർ ചില ഭിക്ഷുക്കളെ ശിക്ഷിക്കുന്നു, തുടർച്ചയായിട്ട് അവരിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഹേതു എന്താണ്? പ്രത്യയം എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? ബന്ദേ, അതേപോലെ തന്നെ മറ്റൊരു ഭിക്ഷുവിനെ അവർ ശിക്ഷിക്കുന്നില്ല, മറ്റൊരു ഭിക്ഷുവിനെ അതേപോലെ തന്നെ അവർ തുടർച്ചയായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നില്ല. അതിൻ്റെ ഹേതു എന്താണ്? അതിൻ്റെ പ്രത്യയം എന്താണ്? കാരണം എന്താണ്? അതായത് ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഒരു ഭിക്ഷുവിനെ ഭിക്ഷുക്കൾ ശിക്ഷിക്കുന്നു, തുടർച്ചയായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നു, എന്നാൽ മറ്റേ ഭിക്ഷുവിനെ അതേപോലെ തുടർച്ചയായിട്ട് ശിക്ഷിക്കുന്നില്ല, തുടർച്ചയായിട്ട് സമ്മർദ്ദവും ചെലുത്തുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ബദ്ധാളി, ഒരു ഭിക്ഷുവിൻ്റെ കാര്യമെടുക്കുക. ഒരു വ്യക്തി തുടർച്ചയായിട്ട് നിയമങ്ങൾ തെറ്റിക്കുന്നവനാണ്. ഒരുപാട് നിയമങ്ങൾ അവൻ തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഭിക്ഷു ഈ ഭിക്ഷുവിനെ ശാസിക്കുന്ന സമയത്ത് അവൻ ആ ശാസനത്തെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുന്നു. ആ സംവാദവുമായിട്ട് ഒട്ടും തന്നെ ബന്ധമില്ലാത്ത, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിലേക്ക് വലിച്ചഴിക്കുന്നു. അവൻ ദ്വേഷം, വെറുപ്പ്, അനിഷ്ടം ഇവ പ്രകടിപ്പിക്കുന്നു. ആ ഭിക്ഷു ശരിയായിട്ട് പെരുമാറുന്നില്ല, അവൻ ശരിയായിട്ടുള്ള പാതയിലേക്ക് തിരിച്ചു വരുന്നില്ല. ആ ദോഷങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ആ വ്യക്തി ശ്രമിക്കുന്നില്ല. സംഘത്തിന് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യാം എന്നും ആ വ്യക്തി പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഭിക്ഷു ഇങ്ങനെ പറയും, മിത്രങ്ങളെ, ഈ ഭിക്ഷു തുടർച്ചയായിട്ട് നിയമങ്ങൾ തെറ്റിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് നിയമങ്ങൾ ഈ വ്യക്തി തെറ്റിക്കുന്നുണ്ട്. ഏതെങ്കിലും ഭിക്ഷു ഈ വ്യക്തിയെ ശാസിക്കുകയാണെങ്കിൽ അവൻ ആ ശാസനത്തെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ ഒഴിവാക്കുന്നു. സംവാദത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വഴിതെറ്റിക്കുന്നു. ദേഷ്യം, അപ്രിയം, അനിഷ്ടം ഇവ പ്രകടിപ്പിക്കുന്നു. ശരിയായിട്ട് പെരുമാറുന്നില്ല, നേരായ വഴിയിലേക്ക് വരാൻ തയ്യാറല്ല, ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. സംഘത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നും ഈ വ്യക്തി പറയുന്നില്ല. അതിനാൽ ആയുഷ്മാന്മാരെ, ഈ ഭിക്ഷുവിനെ ശരിയായിട്ടുള്ള രീതിയിൽ പരിശോധിക്കണം. ഈ വ്യക്തിക്ക് എതിരെ എടുക്കുന്ന ശിക്ഷാ നടപടി ഉടൻ തന്നെ അവസാനിക്കരുത്. അപ്പോൾ അവർ അങ്ങനെ തന്നെ ചെയ്യുന്നു. ആ വ്യക്തിക്കെതിരെ ശിക്ഷാ നടപടി എടുക്കുന്നു, അത് ശിക്ഷാ നടപടിയെ ഉടൻ തന്നെ അവസാനിപ്പിക്കുന്നില്ല. ബദ്ധാളി, മറ്റൊരു ഭിക്ഷുവിൻ്റെ കാര്യമെടുക്കാം. ആ ഭിക്ഷുവും തുടർച്ചയായിട്ട് തെറ്റ് ചെയ്യുന്നവനാണ്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്.
മറ്റുള്ള ഭിക്ഷുക്കൾ ഇതിനെപ്പറ്റി ഉപദേശിക്കുന്ന സമയത്ത് ആ ഭിക്ഷു ആ കാര്യങ്ങളെ ഒഴിവാക്കുന്നില്ല, അവഗണിക്കുന്നില്ല. സംവാദത്തെ ചെറിയ ചെറിയ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് വഴിതെറ്റിക്കുന്നില്ല. ദേഷ്യം, അപ്രിയം, നീരസം ഇവ പ്രകടിപ്പിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. പെട്ടെന്ന് നേരെയായിട്ടുള്ള വഴിക്ക് വരുന്നു. ആ ദോഷങ്ങളിൽ നിന്ന് ആ വ്യക്തി വളരെ പെട്ടെന്ന് പുറത്തു വരുന്നു. സംഘത്തിന് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യാം എന്നും ആ വ്യക്തി പറയുന്നു. ബദ്ദാളി ആ സമയത്ത് ഒരു ഭിക്ഷു ഇങ്ങനെ പറയുന്നു, ആയുഷ്മാന്മാരെ, ഈ ഭിക്ഷു തുടർച്ചയായിട്ട് തെറ്റുകൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് തെറ്റുകൾ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള ഭിക്ഷുക്കൾ ശാസിക്കുന്ന സമയത്ത് ഈ ഭിക്ഷു അതിനെ അവഗണിക്കുന്നില്ല, അതിനെ ഒഴിവാക്കുന്നില്ല. സംവാദത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വഴിതെറ്റിക്കുന്നില്ല. ഈ ഭിക്ഷു നിന്ദയോ കടുതയോ അല്ലെങ്കിൽ നീരസമോ അപ്രിയമോ പ്രകടിപ്പിക്കുന്നില്ല. ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഭിക്ഷു പെരുമാറുന്നത്. പെട്ടെന്ന് തന്നെ ആ തെറ്റിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ആ തെറ്റിൽ നിന്ന് പുറത്തു വരാൻ ആ വ്യക്തി ശ്രമിക്കുന്നതാണ്. സംഘത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പ്രവർത്തിക്കാം എന്നും ആ ഭിക്ഷു പറയുന്നു. അതിനാൽ ആയുഷ്മാന്മാർ ഈ ഭിക്ഷുവിനെ പരിശോധിക്കണം. ഈ വ്യക്തിക്ക് എതിരെ എടുക്കുന്ന ശിക്ഷാ നടപടി വേഗം പൂർത്തീകരിക്കണം. അതായത് ശിക്ഷാ നടപടി വേഗത്തിൽ ഒതുക്കി തീർക്കണം. അപ്പോൾ അവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആ ഭിക്ഷുവിൻ്റെ ശിക്ഷാ നടപടി അവർ വേഗം തന്നെ ഒതുക്കി തീർക്കും. ബദ്ദാളി മറ്റൊരു ഭിക്ഷുവിൻ്റെ കാര്യമെടുക്കുക. ആ ഭിക്ഷു എപ്പോഴെങ്കിലും നിയമങ്ങൾ തെറ്റിക്കുന്നവനാണ്. ഒരുപാട് തെറ്റുകളൊന്നും ആ ഭിക്ഷു ചെയ്യുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ഭിക്ഷു ശാസിക്കുന്ന സമയത്ത് ഈ ഭിക്ഷു അതിനെ അവഗണിക്കുന്നു, അതിനെ ഒഴിവാക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ സംവാദത്തെ വഴിതെറ്റിക്കുന്നു. ആ ഭിക്ഷുവിനോട് വെറുപ്പ്, നീരസം, അനിഷ്ടം ഇവ പ്രകടിപ്പിക്കുന്നു. ശരിയായ വഴിയിലേക്ക് വരാൻ തയ്യാറല്ല. ഭിക്ഷുസംഘത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ തയ്യാറാണ് എന്നും പറയുന്നില്ല. ആ സന്ദർഭത്തിൽ ഒരു ഭിക്ഷു ഇങ്ങനെ പറയുന്നു, മിത്രങ്ങളെ, ഈ ഭിക്ഷു എപ്പോഴെങ്കിലും നിയമങ്ങൾ തെറ്റിക്കുന്നവനാണ്. അധികം കുറ്റങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷേ മറ്റുള്ള ഭിക്ഷുക്കൾ ഈ ഭിക്ഷുവിനെ ഉപദേശിക്കുന്ന സമയത്ത് ആ ഉപദേശത്തെ ഈ ഭിക്ഷു അവഗണിക്കുന്നു, ഒഴിവാക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സംവാദത്തെ വഴിതെറ്റിക്കുന്നു. നീരസം, അനിഷ്ടം, ഇഷ്ടക്കേട് ഇവ പ്രകടിപ്പിക്കുന്നു. ശരിയായ വഴിയിലേക്ക് വരാൻ തയ്യാറല്ല. സംഘത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നും പറയുന്നില്ല. അതിനാൽ ആയുഷ്മാൻ ഈ ഭിക്ഷുവിനെ പരിശോധിക്കണം. ഈ വ്യക്തിക്കെതിരെ എടുക്കുന്ന ശിക്ഷാ നടപടി വേഗത്തിൽ അവസാനിക്കാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആ ഭിക്ഷുവിനെതിരെ എടുക്കുന്ന ശിക്ഷാ നടപടി ഉടൻ തന്നെ അവസാനിക്കുന്നില്ല. ബദ്ദാളി മറ്റൊരു ഭിക്ഷുവിൻ്റെ കാര്യമെടുക്കാം. ആ വ്യക്തിയും എപ്പോഴെങ്കിലുമാണ് തെറ്റ് ചെയ്യുന്നത്. അധികം തെറ്റൊന്നും ആ ഭിക്ഷു ചെയ്തിട്ടില്ല. പക്ഷേ മറ്റൊരു ഭിക്ഷു ശാസിക്കുന്ന സമയത്ത് ഈ ഭിക്ഷു അതിനെ അവഗണിക്കുന്നില്ല, ഒഴിവാക്കുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സംവാദത്തെ വഴിതെറ്റിക്കുന്നില്ല. ദേഷ്യമോ അനിഷ്ടമോ നീരസമോ പ്രകടിപ്പിക്കുന്നില്ല. വേഗം തന്നെ തെറ്റിൽ നിന്ന് പുറത്തു വരുന്നു. ഭിക്ഷുസംഘത്തിന് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യാം എന്ന് പറയുന്നു. ആ സന്ദർഭത്തിൽ ആ ഭിക്ഷു ഇങ്ങനെ പറയുന്നു, ആയുഷ്മാന്മാരെ, ഈ ഭിക്ഷു എപ്പോഴെങ്കിലും തെറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അധികം തെറ്റുകളൊന്നും ഈ ഭിക്ഷു ചെയ്തിട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഭിക്ഷു ഉപദേശിക്കുന്ന സമയത്ത് ഈ ഭിക്ഷു അതിനെ അവഗണിക്കുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സംവാദത്തെ വഴിതെറ്റിക്കുന്നില്ല. നീരസമോ വെറുപ്പോ അനിഷ്ടമോ പ്രകടിപ്പിക്കുന്നില്ല. വേഗത്തിൽ ആ കുറ്റത്തിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറാണ്. നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. ഭിക്ഷുസംഘത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാമെന്ന് പറയുന്നു. അതിനാൽ ആയുഷ്മാന്മാർ ഈ ഭിക്ഷുവിനെ പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം ഈ ഭിക്ഷുവിനെതിരെ എടുക്കുന്ന ശിക്ഷാ നടപടി പെട്ടെന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ അവർ അങ്ങനെ തന്നെ ചെയ്യുന്നു. ആ ഭിക്ഷുവിനെതിരെ എടുക്കുന്ന ശിക്ഷാ നടപടി പെട്ടെന്ന് തന്നെ അവർ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ചില ഭിക്ഷുക്കളുണ്ട്, അവരെ വെറും ശ്രദ്ധ കൊണ്ട്, സ്നേഹം കൊണ്ട് അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ സമയത്ത് ഒരു ഭിക്ഷു ഇങ്ങനെ പറയുന്നു, മിത്രങ്ങളെ, ഈ ഭിക്ഷുവിനെ വെറും ശ്രദ്ധ കൊണ്ട്, സ്നേഹം കൊണ്ട് മാത്രം നമ്മൾക്ക് തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഈ വ്യക്തിയെ ശിക്ഷിക്കുകയാണെങ്കിൽ, വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ, ഈ ഭിക്ഷുവിനുള്ള ആ അല്പം ശ്രദ്ധയും അല്പം സ്നേഹവും തന്നെ നഷ്ടമായി പോകും.
ഉദാഹരണമായിട്ട് ഒരു കണ്ണുള്ള ഒരു വ്യക്തിയെപ്പറ്റി സങ്കല്പിക്കുക. ആ വ്യക്തിയുടെ മിത്രങ്ങളും സഹായികളും പരിവാരങ്ങളും കുടുംബാംഗങ്ങളും ആ വ്യക്തിയിൽ അവശേഷിച്ചിരിക്കുന്ന ആ ഒരു കണ്ണിനെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കും. ഈ വ്യക്തിക്കുള്ള ഒരു കണ്ണ് അത് നഷ്ടമാകാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ ചില ഭിക്ഷുക്കളെ വെറും ശ്രദ്ധ കൊണ്ട് സ്നേഹം കൊണ്ട് മാത്രം നമുക്ക് തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ ഒരു ഭിക്ഷു ഇങ്ങനെ പറയുന്നു: മിത്രങ്ങളെ, ഈ ഭിക്ഷുവിനെ വെറും ശ്രദ്ധ മൂലം സ്നേഹം മൂലം നമ്മൾക്ക് തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും. അഥവാ നമ്മൾ ഈ ഭിക്ഷുവിനെ ശിക്ഷിക്കുകയാണ്, തുടർച്ചയായിട്ട് സമ്മർദ്ദം ചെലുത്തുകയാണ് എങ്കിൽ ഈ ഭിക്ഷുവിൽ അവശേഷിക്കുന്ന ശ്രദ്ധയും സ്നേഹവും ഇല്ലാതാകും. ബദ്ദാളി: ഇതാണ് ഹേതു, ഇതാണ് പ്രത്യയം. ഇതുകൊണ്ടാണ് ചില ഭിക്ഷുക്കളെ അവർ തുടർച്ചയായിട്ട് ശിക്ഷിക്കുന്നത്, തുടർച്ചയായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നത്. ബദ്ദാളി: ഇതാണ് ഹേതു, ഇതാണ് പ്രത്യയം. അവർ അതേപോലെ തന്നെ മറ്റൊരു ഭിക്ഷുവിനെ ശിക്ഷിക്കുന്നില്ല, തുടർച്ചയായിട്ട് അവരിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല. ബദ്ദാളി ചോദിച്ചു: ബന്ദേ, ഒരു സമയത്ത് കുറച്ച് ശിക്ഷാ നിയമങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ കൂടുതൽ മുക്തി നേടിയ വ്യക്തികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഹേതു എന്താണ്? പ്രത്യയം എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? മൂലകാരണം എന്താണ്? ബന്ദേ, എന്നാൽ ഈ സമയത്ത് ശിക്ഷാ നിയമങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ മുക്തി നേടിയ വ്യക്തികൾ കമ്മിയാണ്. ഇതിൻ്റെ ഹേതു എന്താണ്? ഇതിൻ്റെ പ്രത്യയം എന്താണ്? ഇതിൻ്റെ കാരണം എന്താണ്? ബദ്ദാളി: അത് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. പ്രാണികൾക്ക് മൂല്യച്യുതി വരുന്ന സമയത്ത്, സദ്ധർമ്മം ഇല്ലാതാകുന്ന സമയത്ത്, ആ സമയത്ത് ശിക്ഷാ നിയമങ്ങൾ അധികരിക്കും. കുറച്ച് മുക്തി നേടിയ വ്യക്തികൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒരു ശാസ്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ആ സംഘത്തിൽ ഏതെങ്കിലും ആസവങ്ങൾ അല്ലെങ്കിൽ കളങ്കങ്ങൾ വരുന്നതുവരെ ശിക്ഷാ നിയമം നടപ്പാക്കുന്നില്ല. എന്നാൽ സംഘത്തിൽ അത്തരം ആസവങ്ങൾ വരുന്ന സമയത്ത്, അത്തരം സ്വാധീനം വരുന്ന സമയത്ത് ശാസ്താവ് പ്രശിക്ഷണത്തിനുള്ള നിയമങ്ങൾ തങ്ങളുടെ ശിഷ്യന്മാർക്കായിട്ട് നടപ്പാക്കുന്നു. അത് അവരെ സംരക്ഷിക്കാനാണ്. ആ ആസവങ്ങൾ അല്ലെങ്കിൽ കളങ്കങ്ങൾ സംഘങ്ങൾ വളരെ വലുതായി കഴിഞ്ഞാൽ മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അതായത് ഭിക്ഷുസംഘം വളരെ വലുതാകുന്ന സമയത്ത്, വർദ്ധിക്കുന്ന സമയത്ത് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആസവങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. സംഘത്തിന് ഒരുപാട് ലാഭമുണ്ടാകുന്നു, പ്രസിദ്ധി ഉണ്ടാകുന്നു, പഠിപ്പുണ്ടാകുന്നു, അവർക്ക് ഒരുപാട് സീനിയോറിറ്റി ഉണ്ടാകുന്നു. ആ സമയത്താണ് ഇത്തരം ആസവങ്ങൾ ഉണ്ടാകുന്നത്, ഇത്തരം കളങ്കങ്ങൾ ഉണ്ടാകുന്നത്. സംഘത്തിന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കളങ്കങ്ങൾ സംഘത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ശാസ്താവ് സംഘത്തെ രക്ഷിക്കാനായിട്ട് ഇത്തരം ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ബദ്ദാളി: ഞാൻ ഒരിക്കൽ നിങ്ങൾ കുറച്ച് പേർ ഉള്ള സമയത്ത് നല്ല കുലത്തിൽപ്പെട്ട ഒരു കുതിരയുടെ ഉപമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബദ്ദാളി: നീ അതിനെ ഓർക്കുന്നുണ്ടോ? ഇല്ല ബന്ദേ. അപ്പോൾ ബദ്ദാളി: അതിൻ്റെ ഹേതു എന്താണ്? അതിൻ്റെ പച്ചയം എന്താണ്? അല്ലെങ്കിൽ പ്രത്യയം എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? മൂലകാരണം എന്താണ്? അത് ഓർക്കാതിരിക്കാൻ എന്താണ് ഹേതു? എന്താണ് പ്രത്യയം? ബന്ദേ, ഞാൻ വളരെ കാലമായിട്ട് അങ്ങ് പറയുന്ന ശിക്ഷയെ പൂർത്തിയാക്കിയിട്ടില്ല. താങ്കൾ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നില്ല. ബദ്ദാളി: അതുമാത്രമല്ല കാരണം. എന്തെന്നാൽ വളരെ കാലം മുൻപ് തന്നെ ഞാൻ എൻ്റെ ചിത്തത്താൽ നിൻ്റെ ചിത്തത്തെ ഗ്രഹിച്ചിട്ടുണ്ട്, അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഈ മോഹപുരുഷൻ അതിൽ ശ്രദ്ധിക്കുന്നില്ല, അതിൽ മനസ്സ് അർപ്പിക്കുന്നില്ല, ഹൃദയപൂർവ്വം അതിൽ ശ്രദ്ധിക്കുന്നില്ല, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എങ്കിലും ബദ്ദാളി, നല്ല കുലത്തിൽപ്പെട്ട ഒരു കുതിരയുടെ ഉപമ ഞാൻ വീണ്ടും പറയാം. കേൾക്കുക, ശ്രദ്ധാപൂർവം നിങ്ങളുടെ മനസ്സിനെ അർപ്പിക്കുക. ഞാൻ പറയാം. ശരി ബന്ദേ എന്ന ബദ്ദാളി പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ഉദാഹരണമായിട്ട് നല്ല ഒരു കുതിരയെ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലകൻ ഉണ്ട് എന്ന് കരുതുക. ആ വ്യക്തിക്ക് നല്ല കുലത്തിൽപ്പെട്ട, നല്ല ജനസിൽപ്പെട്ട ഒരു കുതിരയെ ലഭിക്കുകയാണ്. അപ്പോൾ ആദ്യം ആ പരിശീലകൻ ചെയ്യുന്നത് ആ കുതിരയുടെ മുഖത്ത് ഒരു പട്ട ധരിപ്പിക്കുകയാണ്. ആ കുതിര മുൻപ് ആ പട്ട ധരിച്ചിട്ടില്ല.
അതിനാൽ അതിനെ ഒഴിവാക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ പലതരത്തിലുള്ള പരാക്രമങ്ങളും നടത്തുന്നു. എന്നാൽ തുടർച്ചയായിട്ട് ക്രമേണ അഭ്യസിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ചീത്ത സ്വഭാവങ്ങൾ ഇല്ലാതാകുന്നു. ആ പട്ടയോട് അത് ഇണങ്ങിച്ചേരുന്നു, യോജിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ആ കുതിരയെ പരിശീലിക്കുന്ന പരിശീലകൻ അടുത്തതായിട്ട് ആ കുതിരയെ ഒരു കടിഞ്ഞാണ് ഇടുന്നു. അതുമായിട്ട് പൊരുത്തപ്പെടാൻ ആ കുതിരയെ പഠിപ്പിക്കുന്നു. ആ കുതിരയെ പണ്ട് ആരും തന്നെ കടിഞ്ഞാൺ ഇട്ടിട്ടില്ല. അതിനാൽ ആ കുതിര അതിനെ ഒഴിവാക്കാനായിട്ട്, അതിനെ മാറ്റാനായിട്ട് പലതരത്തിലുള്ള അനുസരണക്കേടും കാണിക്കുന്നു. എന്നാൽ തുടർച്ചയായിട്ട് ക്രമേണ അഭ്യസിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ആ തെറ്റായിട്ടുള്ള പെരുമാറ്റം അവസാനിക്കുന്നു. അപ്പോൾ ആ കുതിരയെ അഭ്യസിപ്പിക്കുന്ന ആ വ്യക്തി ആ കുതിരയെ ഒരുമിച്ച് നടക്കാൻ പഠിപ്പിക്കുന്നു, വട്ടത്തിൽ നടക്കാൻ പഠിപ്പിക്കുന്നു, പെട്ടെന്ന് മുന്നോട്ട് കുതിക്കാൻ പഠിപ്പിക്കുന്നു, യുദ്ധമണ്ഡലത്തിലെ പരിശീലനങ്ങൾ പരിശീലിപ്പിക്കുന്നു, രാജാവിൻ്റെ നിയമങ്ങളും അതേപോലെ തന്നെ ആചാരങ്ങളും പഠിപ്പിക്കുന്നു, വളരെ പെട്ടെന്ന് ഓടാൻ പഠിപ്പിക്കുന്നു, സംഘമായിട്ട് ഓടാൻ പഠിപ്പിക്കുന്നു, മിത്രതയോടുകൂടി പെരുമാറാൻ പഠിപ്പിക്കുന്നു. ഇതൊന്നും ആ കുതിര മുൻപ് ചെയ്തിട്ടില്ല. അതിനാൽ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ കുതിര ശ്രമിക്കുന്നു, പലതരത്തിൽ ഒഴിവാക്കാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ തുടർച്ചയായിട്ടുള്ള ക്രമേണയുള്ള അഭ്യാസം കൊണ്ട് ഇതിൻ്റെ തെറ്റായിട്ടുള്ള പെരുമാറ്റം ഇല്ലാതാകുന്നു. അങ്ങനെ ഇത് പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുതിരയെ അഭ്യസിപ്പിക്കുന്ന പരിശീലകൻ അതിനെ സുന്ദരൻ ആക്കാനുള്ള നല്ലൊരു പ്രതിഫലം കൊടുക്കുന്നു. അതിനെ തലോടി അതിൻ്റെ പുറംഭാഗം സുന്ദരമാക്കുന്നു. ഇങ്ങനെ നല്ല ജനസിൽപ്പെട്ട ഒരു നല്ല കുതിര ഈ 10 അംഗങ്ങൾ കൊണ്ട് ഒരു രാജാവിന് യോജിച്ച ഒരു കുതിരയായിട്ട് തീരുന്നു. രാജാവിന് സേവനം ചെയ്യാൻ യോഗ്യതയുള്ള ഒരു കുതിരയായിട്ട് മാറുന്നു. രാജാവിൻ്റെ അധികാരത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് ഈ കുതിര മാറുന്നു. ഇതേപോലെ തന്നെ ഒരു ഭിക്ഷു ഈ 10 ഗുണങ്ങളുണ്ടെങ്കിൽ ദക്ഷിണയ്ക്ക് യോഗ്യമാണ്, വീട്ടിലേക്ക് വിളിക്കാൻ യോഗ്യമാണ്, സൽക്കാരം കൊടുക്കാൻ യോഗ്യമാണ്, കൈകൂപ്പാൻ യോഗ്യമാണ്, അനുത്തരമായിട്ടുള്ള പുണ്യക്ഷേത്രമാണ് ആ ഭിക്ഷു. ആ 10 ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഒരു ഭിക്ഷു തൻ്റെ ശിക്ഷ ഈ കാര്യങ്ങളിലെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. സമ്മാദിഷ്ഠിയോടുകൂടി ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. സമ്മാസങ്കല്പം പൂർത്തിയായി, സമ്മാവാച പൂർത്തിയായി, സമ്മാ കമ്മന്ത പൂർത്തിയായി, സമ്മാ ആജീവ പൂർത്തിയായി, സമ്മാ വായാമ പൂർത്തിയായി, സമ്മാ സതി പൂർത്തിയായി, സമ്മാ സമാധി പൂർത്തിയായി, സമ്മാ ജ്ഞാനം പൂർത്തിയായി, സമ്മാ വിമുക്തി പൂർത്തിയായി. ഈ കാര്യത്തിലെല്ലാം ശിക്ഷ പൂർത്തിയായി. ഇവയെല്ലാം ഒത്തുചേർന്ന ഒരു വ്യക്തിയാണ് ആ ഭിക്ഷു. ഒരു ഭിക്ഷുവിന് ഈ 10 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭിക്ഷുവിനെ ദക്ഷിണ കൊടുക്കാൻ യോഗ്യനാണ്, സൽക്കാരത്തിന് യോഗ്യനാണ്, കൈകൂപ്പാൻ യോഗ്യനാണ്, പൂജിക്കാൻ യോഗ്യനാണ്. ലോകത്തിലെ അനുത്തരമായിട്ടുള്ള പുണ്യക്ഷേത്രമാണ് ആ ഭിക്ഷു. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞ കാര്യത്തിൽ ആയുഷ്മാൻ ബദ്ദാളി തൃപ്തനായി, സന്തോഷവാനായി ഭഗവാന്റെ വചനങ്ങളെ അഭിനന്ദിച്ചു. ബദ്ദാളി സൂക്തം നിഷ്ഠിതം. ഒരു ഭിക്ഷു യഥാർത്ഥ വിനയം അഭ്യസിക്കേണ്ടതിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ നിയമം അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് ഈ സൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം നിയമങ്ങൾ അഭ്യസിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഭിക്ഷുവിന് ഈ സൂത്രം അയച്ചു കൊടുക്കുക. ഈ സൂത്രം തീർച്ചയായിട്ടും അവരിൽ പ്രേരണയുണ്ടാക്കും. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.